നമ്മളാണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പെട്ടെന്നൊരാൾ വന്നിട്ട് ഏയ് അങ്ങനെയല്ല, നമ്മളൊന്നുമല്ല കേന്ദ്രം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ? എന്നാൽ അങ്ങനെയൊരു ചിന്തയാണ് ശാസ്ത്രലോകത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചത്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളൊരു വിശ്വാസത്തെ, അതിനെ തകർത്ത ആ വിപ്ലവകരമായ ആശയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും രാത്രി ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ ചില ഗ്രഹങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ട് പെട്ടെന്നൊന്ന് പിന്നോട്ട് പോയി പിന്നെയും മുന്നോട്ട് പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? ഇതൊരു വലിയ അത്ഭുതമായിരുന്നു. പണ്ടുകാലത്തെ ജ്യോതിശാസ്ത്രജ്ഞരെയൊക്കെ ശരിക്കും കുഴപ്പിച്ചൊരു ചോദ്യമായിരുന്നു ഇത്. ഈയൊരു വിചിത്രമായ ചലനത്തിന് പിന്നിലെ രഹസ്യമെന്താണ്? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളെ കോപ്പർനിക്കസിന്റെ വിപ്ലവത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോ നൂറ്റാണ്ടുകളോളം നമ്മൾ എന്താ വിശ്വസിച്ചിരുന്നതെന്നറിയോ? സൂര്യനും ചന്ദ്രനും ബാക്കിയുള്ള ഗ്രഹങ്ങളുമെല്ലാം നമ്മളെ, അതായത് നമ്മുടെ ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതെ, നമ്മളായിരുന്നു ഈ പ്രപഞ്ചത്തിന്റെ സെന്റർ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്നാണെന്നാൽ ആകാശത്ത് കാണുന്ന പല കാര്യങ്ങളും ഈ ഒരു തിയറി വെച്ച് വിശദീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സിദ്ധാന്തം ശരിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവർ പുതിയ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. എപ്പിസൈക്കിൾസ് എന്നൊക്കെ പറയും. ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി വന്നു. അപ്പോ നമ്മുടെ മുന്നിൽ രണ്ട് കാഴ്ചപ്പാടുകളാണുള്ളത്. ഒന്ന്, ഭൂമിയാണ് കേന്ദ്രമെന്ന് പറയുന്ന ഒരുപാട് സങ്കീർണമായ ആ പഴയ സിദ്ധാന്തം. മറുവശത്ത് സൂര്യനാണ് കേന്ദ്രമെന്ന് പറയുന്ന വളരെ ലളിതവും ചിട്ടയുള്ളതുമായ ഒരു പുതിയ ആശയം. ഈ പുതിയ ചിന്തകളൊക്കെ വരാൻ ഒരു കാരണമുണ്ട്. അത് യൂറോപ്പിലെ നവോത്ഥാന കാലഘട്ടമാണ്. ഒരുപാട് കാലം നഷ്ടപ്പെട്ടുപോയെന്ന് കരുതിയ പഴയ ഗ്രീക്ക് ഗ്രന്ഥങ്ങളൊക്കെ ആളുകൾക്ക് വീണ്ടും വായിക്കാൻ കിട്ടിത്തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും ജ്യോതിശാസ്ത്രത്തിലൊക്കെ പുതിയ ചോദ്യങ്ങളും സംശയങ്ങളും വന്നു. ഈയൊരു ബൗദ്ധികമായ ഉണർവാണ് കോപ്പർനിക്കസിനെ പോലുള്ള ആളുകൾക്ക് ചിന്തിക്കാനൊരു പ്രചോദനമായത്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഹീറോയിലേക്ക് എത്തുന്നത്, നിക്കോളാസ് കോപ്പർനിക്കസ്. അദ്ദേഹം വെറും ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല കേട്ടോ. നിയമത്തിലും വൈദ്യശാസ്ത്രത്തിലുമൊക്കെ നല്ല കഴിവുള്ള ആളായിരുന്നു. അദ്ദേഹം വെല്ലുവിളിച്ചത് എന്താണെന്നോ? ഏതാണ്ട് 1400 വർഷം, അത്രയും കാലം ആളുകൾ വിശ്വസിച്ചു പോണ ഒരു വലിയ ആശയത്തെയാണ് അദ്ദേഹം ധൈര്യമായിട്ട് ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ ആ വിപ്ലവകരമായ പുസ്തകത്തിന്റെ പേരാണ് ഓൺ ദി റെവല്യൂഷൻ ഓഫ് സെലസ്റ്റിയൽ ഓബ്സ്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് അദ്ദേഹം മരിച്ച അതേ വർഷം തന്നെയാണ്. ഭൂമിയെ പ്രപഞ്ച കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചുമാറ്റിയ ആ പുസ്തകം, അതിന്റെ പ്രസിദ്ധീകരണത്തിലെ ആ ഒരു ടൈമിംഗ്, അത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ എന്തായിരുന്നു കോപ്പർനിക്കസിന്റെ ഈ സിമ്പിൾ ഐഡിയ? ഒന്നാമതായി, സൂര്യനാണ് കേന്ദ്രം, ഭൂമിയല്ല. 2, ഭൂമിയെന്ന് പറയുന്നത് സൂര്യനെ ചുറ്റുന്ന മറ്റ് ഗ്രഹങ്ങളെപ്പോലെ ഒരെണ്ണം മാത്രം. 3, നമ്മുടെ ചന്ദ്രൻ മാത്രം ഭൂമിയെ ചുറ്റുന്നുണ്ട്. ഈ ഒരു സിമ്പിൾ സെറ്റപ്പ് മാത്രം മതി ആകാശത്ത് ഗ്രഹങ്ങൾ പിന്നോട്ടു പോകുന്നതായി തോന്നുന്ന ആ പ്രശ്നം പരിഹരിക്കാൻ. വളരെ ലളിതം. അപ്പോ പുതിയ ഓർഡർ എങ്ങനെയാണെന്ന് നോക്കാം. സെന്ററിൽ സൂര്യൻ, അതിനു ചുറ്റും ബുധൻ, പിന്നെ ശുക്രൻ, അത് കഴിഞ്ഞതാ നമ്മുടെ ഭൂമി വരുന്നു. പിന്നെ ചൊവ്വ, വ്യാഴം, ശനി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മുടെ സ്ഥാനമാണ് മാറിയത്. നമ്മളിനി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമല്ല, മറിച്ച് സൂര്യനിൽ നിന്നുള്ള മൂന്നാമത്തെ ഒരു ഗ്രഹം മാത്രം. ഈ പുതിയ മോഡലിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അതിലൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. അതായത് സൂര്യനോടടുത്ത് കിടക്കുന്ന ഗ്രഹങ്ങൾ കൂടുതൽ വേഗത്തിൽ കറങ്ങും, ദൂരെയുള്ളവ പതിയെയും. ഈ ഒരൊറ്റ നിയമം മതിയായിരുന്നു നേരത്തെ പറഞ്ഞ പിന്നോട്ടുള്ള ചലനം വളരെ എളുപ്പത്തിൽ വിശദീകരിക്കാൻ. അപ്പോൾ ഇങ്ങനെയൊരു പുതിയ ആശയം വരുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് എതിർപ്പുകളുണ്ടാകുമല്ലോ. അതിലെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ഒരു കോമൺ സെൻസ് ചോദ്യമാണ്. ഓക്കെ, ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെന്താ അത് അറിയാത്തത്? നമുക്ക് തലചുറ്റുകയോ നമ്മൾ തെറിച്ചു പോവുകയോ ചെയ്യാത്തതെന്തുകൊണ്ടാണ്? അതിനുള്ള കോപ്പർനിക്കസിന്റെ മറുപടി വളരെ ലളിതമായിരുന്നു. അദ്ദേഹം ചോദിച്ചത് ഇതാണ്. ശരി, 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ഈ ചെറിയ ഭൂമി സ്വയം കറങ്ങുന്നു, അല്ലെങ്കിൽ ഈ കാണുന്ന ഭീമാകാരമായ പ്രപഞ്ചം മുഴുവൻ നമുക്ക് ചുറ്റും കറങ്ങുന്നു. ഇതിൽ ഏതാണ് കൂടുതൽ വിശ്വസിക്കാൻ എളുപ്പം? ശരിക്കും ഭൂമി കറങ്ങുന്നതാണ് കൂടുതൽ സിമ്പിളായ വിശദീകരണം. അടുത്ത ചോദ്യം കുറച്ചുകൂടി സീരിയസ് ആയിരുന്നു. അന്നത്തെ ഫിസിക്സ് അനുസരിച്ച് വളരെ വേഗത്തിൽ കറങ്ങുന്നൊരു വസ്തുവിന് സ്വയം തകർന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ഭൂമി ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ അതെന്തുകൊണ്ട് കഷ്ണങ്ങളായി ചിതറിപ്പോകുന്നില്ല? ഇവിടെയാണ് കോപ്പർനിക്കസിന്റെ ഒരു ബ്രില്യൻസ് നമ്മൾ കാണുന്നത്. അദ്ദേഹം അതേ ചോദ്യം അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു. ശരി, ഭൂമി കറങ്ങുമ്പോൾ തകർന്നു പോകുമെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ഭൂമിയേക്കാൾ എത്രയോ വലിപ്പമുള്ള ഈ ആകാശഗോളം മുഴുവൻ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു ഫോഴ്സ് ഇതിലും എത്രയോ വലുതും വിനാശകരവുമായിരിക്കില്ലേ? ശരിക്കും കിടിലൻ മറുപടിയായിരുന്നു അത്.
ഒരു നല്ല ശാസ്ത്രീയ സിദ്ധാന്തം എന്ന് പറയുന്നത് വെറുമൊരു കഥയല്ല. അതിന് ചില പ്രവചനങ്ങൾ നടത്താൻ കഴിയണം. ആ പ്രവചനങ്ങൾ ശരിയാണോ എന്ന് നമുക്ക് പിന്നീട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റണം. കോപ്പർനിക്കസിന്റെ സിദ്ധാന്തവും അത്തരത്തിൽ ടെസ്റ്റ് ചെയ്യാവുന്ന ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം ശുക്രനെക്കുറിച്ചായിരുന്നു. അതായത് ശുക്രൻ സൂര്യനെയാണ് ചുറ്റുന്നതെങ്കിൽ അതിന് നമ്മുടെ ചന്ദ്രനെപ്പോലെ പല ഘട്ടങ്ങൾ അഥവാ ഫേസസ് ഉണ്ടാകണം. ചിലപ്പോൾ പൂർണ്ണമായി കാണണം, ചിലപ്പോൾ പകുതിയായി കാണണം, ചിലപ്പോൾ ഒരു ചന്ദ്രകല പോലെയും കാണാൻ കഴിയണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രവചനം ശരിയാണോ എന്ന് നോക്കാൻ കോപ്പർനിക്കസിന്റെ കയ്യിൽ ഒരു വഴിയുമുണ്ടായിരുന്നില്ല. കാരണം അതിനുവേണ്ട ടെക്നോളജി, അതായത് നല്ലൊരു ടെലിസ്കോപ്പ് അന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എന്തുപറ്റി? ഈ സിദ്ധാന്തം ശരിയാണോ എന്നറിയാൻ ലോകം ഏകദേശം 70 വർഷത്തോളം കാത്തിരുന്നു. അങ്ങനെ ഏകദേശം 70 വർഷങ്ങൾക്ക് ശേഷം ഗലീലിയോ ഗലീലി തന്റെ ടെലിസ്കോപ്പ് ആകാശത്തേക്ക് തിരിച്ചു. ആ നിമിഷം ചരിത്രം തന്നെ മാറി. അദ്ദേഹം കണ്ടു ശുക്രന് ചന്ദ്രനെപ്പോലെ തന്നെയുള്ള വൃദ്ധിക്ഷയങ്ങൾ. കോപ്പർനിക്കസ് വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച ആ കാര്യം, ആ വലിയ സത്യം ഗലീലിയോയുടെ കണ്ണുകളിലൂടെ ലോകം ആദ്യമായി കണ്ടു. പ്രവചനം ശരിയായിരുന്നു. ഇതിനെയാണ് നമ്മൾ കോപ്പർനിക്കൻ വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഇത് വെറും ഗ്രഹങ്ങൾ എവിടെയാണെന്നുള്ള ഒരു കണക്ക് മാത്രമായിരുന്നില്ല. അതിനപ്പുറം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ സ്ഥാനം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയെ തന്നെ അത് മാറ്റിമറിച്ചു. ശരിക്കും പറഞ്ഞാൽ ആധുനിക ശാസ്ത്രത്തിനൊരു അടിത്തറ പാകിയത് ഈ വിപ്ലവമാണ്. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. കോപ്പർനിക്കസിന്റെ കാലത്ത് ഭൂമി അനങ്ങുന്നില്ല എന്നത് ഒരു കോമൺ സെൻസായിരുന്നു. അതുപോലെ ഇന്ന് നമ്മൾ 100% ശരിയാണെന്ന് കരുതുന്ന നമ്മുടെ സാമാന്യബോധങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നാളത്തെ ശാസ്ത്രം വന്ന് തിരുത്തി എഴുതുമോ? എന്തായിരിക്കും അടുത്ത വലിയ വിപ്ലവം? അതൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്.